Hi friends, it's me Priya Hariprasad. Welcome to the world of economics and welcome to my channel. Hope that you all are doing good. ഇന്നത്തെ സെഷനിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിക്കാർഡിയൻ ഇക്വലൻസ്. അപ്പോൾ ഡിഗ്രി ആൻഡ് പി ജി ലെവൽ സ്റ്റുഡൻസിനും നെറ്റ് സെറ്റ് എല്ലാം ട്രൈ ചെയ്യുന്നവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് തന്നെയായിരിക്കും. ട്രൈ ടു വാച്ച് ഇറ്റ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. ഓക്കെ ദെൻ കം ലെറ്റ്സ് ടേൺ ടുഗെദർ. ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ് റിക്കാർഡിയൻ ഇക്വലൻസ്. ഓക്കെ, അപ്പം ഈ റിക്കാർഡിയൻ ഇക്വലൻസ് തന്നെയാണ് ബാരോ റിക്കാർഡിയൻ ഇക്വലൻസ് എന്ന പേരിലും അറിയപ്പെടുന്നത്. അപ്പം മിക്ക സ്റ്റുഡൻസിനും അതൊരു ഡൗട്ട് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ റിക്കാർഡിയൻ ഇക്വലൻസിൽ ബാരോ എന്ന് പറയുന്ന എക്കണോമിസ്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ബാരോ റിക്കാർഡിയൻ ഇക്വലൻസ് എന്ന് കണ്ടാലും ഈ സെയിം ടോപ്പിക് തന്നെയാണ്. ഓക്കെ, അപ്പം ആക്ച്വലി ഈ ഒരു റിക്കാർഡിയൻ ഇക്വലൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന റിലേഷൻഷിപ്പ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗവൺമെൻറ് സ്പെൻഡിങ്ങും ടാക്സേഷനും കൺസംഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഓക്കെ, ഗവൺമെൻറ് സ്പെൻഡിങ്ങും ടാക്സേഷനും കൺസംഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അതായത് ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി സ്പെൻഡിങ് കൂട്ടുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ സ്പെൻഡിങ് കൂട്ടുന്ന സമയത്ത് ബോറോ ചെയ്യുന്നു, ഗവൺമെൻറ് സ്പെൻഡിങ് കൂട്ടുന്നു. അങ്ങനെയുള്ള സമയത്ത് എക്കോണമിയിൽ ആഗ്രിഗേറ്റ് ഡിമാൻഡിന് യാതൊരു മാറ്റവും വരുന്നില്ല, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാവുന്നില്ല എന്ന് സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു തിയറിയാണ് റിക്കാർഡിയൻ ഇക്വലൻസ്. കാരണം ഗവൺമെൻറ് കൂടുതൽ ബോറോ ചെയ്ത് കൂടുതൽ സ്പെൻഡ് ചെയ്യണ സമയത്ത് ജനങ്ങൾക്കറിയാം, കാരണം ജനങ്ങൾ റാഷണലാണ്, അവർ തിങ്ക് ചെയ്യുന്നത് റാഷണൽ ആയിട്ടാണ് അല്ലേ. അപ്പം അവർ തിങ്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഭാവിയിൽ നമുക്ക് കൂടുതൽ ടാക്സ് വരും, കാരണം ഗവൺമെൻറ് ഇന്ന് കടമെടുത്തിട്ടാണ് നമുക്ക് ചെയ്യുന്നത് അല്ലേ, സ്പെൻഡിങ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യവും ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ജനങ്ങൾക്ക് അതിൻ്റെ സർവീസ് കിട്ടുന്നുണ്ടെങ്കിൽ കൂടി അവർ വളരെ കണ്ണിങ് ആയിട്ട് അല്ലെങ്കിൽ റാഷണൽ ആയിട്ട് തിങ്ക് ചെയ്യുന്നു, ഫ്യൂച്ചറിൽ ഡെഫിനറ്റ്ലി വി ഹാവ് ടു പേ മോർ എമൗണ്ട് ആസ് ടാക്സ് ആയിട്ട് നമ്മൾ കൂടുതൽ എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിലേക്കായിട്ട് നമ്മൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യണം, കൺസംഷൻ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കേണ്ടി വരും അല്ലേ. കൺസംഷൻ ഒന്ന് പതുക്കെ കൺട്രോൾ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഫ്യൂച്ചറിൽ നമുക്ക് വരുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, പേ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇപ്പോൾ നോക്കൂ, കറൻ്റ്ലി ഗവൺമെൻറ് ചെയ്തിട്ടുള്ള ഈ സ്പെൻഡിങ് ഉണ്ടല്ലോ, ഗവൺമെൻറ് കൂടുതൽ ചെയ്തിട്ടുള്ള സ്പെൻഡിങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് എക്കോണമിയിൽ ആഗ്രിഗേറ്റ് ഡിമാൻഡിന് ഒരു പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവണില്ല. എന്ന് വെച്ചാൽ ആഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്നില്ല. സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, ഗവൺമെൻറ് സ്പെൻഡിങ് അല്ലെങ്കിൽ ടാക്സേഷൻ ഇങ്ങനെയുള്ള ഗവൺമെൻറ് സ്പെൻഡിങ് കൂടുന്ന സമയത്ത്, ടാക്സേഷൻ അല്ല, ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് കൂടുന്ന സമയത്ത് ജനങ്ങളുടെ കൈവശം പണത്തിൻ്റെ അളവ് കൂടുകയും ആഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നു എന്നല്ലേ പറയുന്നത്. പക്ഷേ റിക്കാർഡോ പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് കൂടുന്ന സമയത്ത് ജനങ്ങളുടെ കൈവശം പണത്തിൻ്റെ അളവ് കൂടുമെങ്കിലും ഡിമാൻഡ് കൂട്ടുന്നില്ല, ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ത് ചെയ്യുന്നില്ല, കൂടുന്നില്ല. കാരണം എന്താ അതിൻ്റെ റീസൺ, ഫ്യൂച്ചറിൽ ഈ ഗവൺമെൻറ് സ്പെൻഡിങ് കൂടുന്നതിൻ്റെ ആ ഒരു ബേർഡൻ ആരിലേക്ക് തന്നെ വരികയാണ്, ജനങ്ങളിലേക്ക് തന്നെ വരികയാണ്, ശരിയല്ലേ. അതുകൊണ്ട് ജനങ്ങൾ എന്താ ചെയ്യുന്നത്, അവർ റാഷണലായിട്ട് ചിന്തിക്കുന്നു, ഭാവിയിൽ ടാക്സ് കൂടുതൽ പേ ചെയ്യേണ്ടതുണ്ട്, ഇപ്പം കൺസംഷൻ ഒന്ന് കുറയ്ക്കണം. അപ്പം ഗവൺമെൻറ് സ്പെൻഡിങ് കൂടിയത് കൊണ്ട് ഇപ്പോൾ എന്ത് സംഭവിച്ചില്ല, കൺസംഷൻ കൂടിയില്ല, എന്ന് വെച്ചാൽ ആഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടിയില്ല. അപ്പം അതേപോലെ തന്നെ നിൽക്കുന്നു, ഈക്വൽ ആയിട്ട് തന്നെ നിൽക്കുന്നു. ഗവൺമെൻറ് സ്പെൻഡിങ് കൂടിയിട്ടും എക്കോണമിയിലെ ആഗ്രിഗേറ്റ് ഡിമാൻഡിന് യാതൊരു മാറ്റവും വരുന്നില്ല, ശരിയല്ലേ. അതാ എന്തുകൊണ്ടാണ്, ജനങ്ങളുടെ റാഷണൽ തിങ്കിങ് കാരണം, മനസ്സിലായില്ലേ. അപ്പം ഈക്വൽ ആയിട്ട് നിൽക്കുന്നു, യാതൊരു മാറ്റവും വരുന്നില്ല. ഇതാണ് എന്തെന്ന് പറയുന്നത്, റിക്കാർഡിയൻ ഇക്വലൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, വളരെ ഈസി ആയിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, നമുക്കിനി നോട്ട്സിലൂടെ ഒന്ന് കടന്നു പോകാം. അപ്പോൾ റിക്കാർഡിയൻ ഇക്വലൻസ് ഈസ് എ തിയറി ദാറ്റ് ഫോക്കസസ് ഓൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗവൺമെൻറ് സ്പെൻഡിങ്, ടാക്സേഷൻ ആൻഡ് പ്രൈവറ്റ് കൺസംഷൻ അല്ലേ. ഗവൺമെൻറ് സ്പെൻഡിങ്ങും ടാക്സേഷനും പ്രൈവറ്റ് കൺസംഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇതിനകത്ത് പറയുന്നത്. സാധാരണഗതിയിൽ ഗവൺമെൻറ് സ്പെൻഡിങ് കൂടിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ കൈവശം പണത്തിൻ്റെ അളവ് കൂടും അല്ലേ. സർക്കുലേഷൻ ഓഫ് മണി among the public, definitely that will increase and that will leads to the increase in aggregate demand അല്ലേ. ആഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ല ഗവൺമെൻറ് സ്പെൻഡിങ് കൂട്ടുന്ന സമയത്ത്. കാരണം ഗവൺമെൻറ് കൂടുതൽ ബോറോ ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, സ്പെൻഡിങ് കൂട്ടുക. അപ്പോൾ ഗവൺമെൻറ്റിന് എന്തുണ്ട്,
ഡെപ്ത് ഉണ്ട്, പബ്ലിക് ഡെപ്ത് കൂടുതലാണ്. അപ്പം ഭാവിയിൽ അത് ആരുടെ മേലാണ് വരിക? ആ ഒരു ബാധ്യത ജനങ്ങളുടെ മേലെ. അപ്പം ഫ്യൂച്ചറിൽ കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ടെന്ന് പറഞ്ഞ് കൺസംഷൻ ഹോൾഡ് ചെയ്ത് വെക്കുന്നു. അപ്പം ആഗ്രിഗേറ്റ് ഡിമാൻഡിനോ എക്കണോമിക് ഗ്രോത്തിനോ ഒന്നും യാതൊരു മാറ്റവും വരുന്നില്ല, സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു, ഈക്വൽ ആയിട്ട് തന്നെ നിൽക്കുന്നു എന്ന് പറയുന്നതാണ് Ricardian equivalence. Okay, so it states that an increase in government spending through borrowing or taxation has no effect on the total demand for goods and services in an economy and hence on economic growth. അതായത് aggregate ഡിമാൻഡിനോ എക്കണോമിക് ഗ്രോത്തിനോ യാതൊരു മാറ്റവും വരുത്തുന്നില്ല ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടുന്നതുകൊണ്ട്. അതിന്റെ റീസൺ എന്താണ്? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? എന്താണ് അതിന്റെ പുറകിലുള്ള കാരണം? ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് പറയുന്നത്? റാഷണലായിട്ട് ചിന്തിക്കുന്നു. കാരണം ഇപ്പോൾ ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടിക്കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് ടാക്സ് ബേർഡൻ വരുമെന്നുള്ളത് കൊണ്ട്. ഓക്കെ, then this theory is also called Barrow-Ricardo equivalence. ഞാനത് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ബാരോ-റിക്കാർഡോ ഇക്വലൻസ് എന്ന പേരിലും അറിയപ്പെടുന്നു. കാരണം ബാരോയുടെ കോൺട്രിബ്യൂഷനും കൂടെ ഇതിനകത്ത് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ, ഇഫ് ദ ഗവൺമെന്റ് ഇൻക്രീസസ് സ്പെൻഡിങ് ആൻഡ് ഡിസൈഡ്സ് ടു ബോറോ മണി ടു ഫണ്ട് ദ സ്പെൻഡിങ്, ദെൻ അപ്പം ഡെഫിനറ്റ്ലി അത് എന്താണ്? മണി ബോറോ ചെയ്ത് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റ് ഡെഫിസിറ്റ് ഉണ്ട് അല്ലേ? ബഡ്ജറ്റ് ഡെഫിസിറ്റ് ആയിരിക്കും. അപ്പോൾ ഇൻഡിവിജ്വൽസ് expect that the government will have to repay the borrowing in the future. Therefore, they spend less and save more to prepare for their future tax obligations. ഭാവിയിൽ ജനങ്ങൾക്ക് വരുന്ന ടാക്സ് ഒബ്ലിഗേഷൻസ് ഫേസ് ചെയ്യാൻ വേണ്ടി കറന്റ് ഇപ്പം തന്നെ സേവ് ചെയ്യാണ് അല്ലേ? സ്പെൻഡിങ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് സേവ് ചെയ്യാണ് അല്ലേ? ദേ വിൽ സ്പെൻഡ് ലെസ് ആൻഡ് സേവ് മോർ. കറക്റ്റ്. അപ്പോൾ എക്കോണമിയിൽ അഗ്രിഗേറ്റ് ഡിമാൻഡിലോ എക്കണോമിക് ഗ്രോത്തിലോ ഒന്നും യാതൊരു മാറ്റവും വരുന്നില്ല. ഈക്വലൻ്റ് ആയിട്ട് തന്നെ എക്കണോമിക് കണ്ടീഷൻ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറയുന്നതാണ് റിക്കാർഡിയൻ ഇക്വലൻസ് എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? അപ്പോൾ അതിൻ്റെ വീണ്ടും എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഇഫ് ദ ഗവൺമെന്റ് ഫണ്ട്സ് ഇറ്റ് സ്പെൻഡിങ് ത്രൂ ബോറോയിങ് കൺസ്യൂമേഴ്സ് എക്സ്പെക്ട് ഫ്യൂച്ചർ ടാക്സ് ഇൻക്രീസസ് ടു റീപേ ദ ഡെറ്റ് ആൻഡ് വിൽ അഡ്ജസ്റ്റ് ദെയർ സ്പെൻഡിങ് അക്കോർഡിംഗ്ലി. കറക്റ്റ് അല്ലേ? അതിനനുസരിച്ച് അവരുടെ സ്പെൻഡിങ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ കറന്റ്ലി ആ ഒരു ഷോർട്ട് ടേമിൽ എക്കോണമിയിൽ എന്തുണ്ടാവണില്ല? അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുകയോ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുകയോ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈക്വലൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. ദാറ്റ് ഈസ് റിക്കാർഡിയൻ ഇക്വലൻസ്. ഓക്കെ, അപ്പം വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാ സ്റ്റുഡൻസിനും ടഫ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം മാക്സിമം നിങ്ങൾ എല്ലാവരും കാണുകയും സജഷൻസ് അറിയിക്കുകയും, വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇതേപോലെ വീണ്ടും വേറൊരു ക്ലാസ്സിൽ നമ്മൾ കാണാം. താങ്ക് യു, താങ്ക്സ് അ ലോട്ട്, ടേക്ക് കെയർ, ബൈ.